ആദ്യം ഞാൻ തുടങ്ങുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു എന്തായാലും ഇതൊരു വലിയൊരു വീട്ടിത്തം ചെയ്യുന്ന മാതിരിയാണ്. കാരണം ഇതിലൊന്നും ഉണ്ടാവില്ല, മഴയില്ല, വെള്ളമില്ല, അങ്ങനെ ഇത് ചെയ്യാൻ എല്ലാവരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ച, ബന്ധുക്കളായാലും നാട്ടുകാരായാലും എല്ലാവരും. പക്ഷെ ഞാൻ അതിൽ ആ കൃഷിയിൽ തന്നെ ഉറച്ച് നിൽക്കാൻ കാരണം എനിക്കറിയാവുന്നൊരു ജോലി കൃഷിയായിരുന്നു. എൻ്റെ പേര് ഭുവനേശ്വരി. ഒരു 1997 മുതൽ ഞാൻ ഈ കൃഷി തുടങ്ങിയതാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 4 ഏക്കറിൽ തുടങ്ങി. ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് 24 ഏക്കറിലാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാവുന്നൊരു ഇത് കാർഷിക വൃത്തിയായിരുന്നു. അതാണ് ഹസ്ബൻഡ് റിട്ടയർ ചെയ്തപ്പോൾ ഇനി പിന്നെ എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ തോന്നിയത്. ആദ്യം ഈ 4 ഏക്കറിൽ ഞാൻ ചെയ്തത് ആദ്യം ഭൂമി പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ഭൂമി പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം ശീമക്കൊന്ന വയ്ക്കുക ചെയ്തത്. ശീമക്കൊന്ന വെച്ച് അതിൽ 2 പശുക്കളെ വാങ്ങി, പിന്നെ അത് മൾച്ച് ചെയ്ത് ഭൂമിയെ പാകപ്പെടുത്തിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം മാവ് വെച്ചു, പിന്നെ അതിൻ്റെ ഇടകളായിട്ട് കുറേ ഇഞ്ചി, മഞ്ഞൾ, ആദ്യം മഞ്ഞൾ വയ്ക്കുക ചെയ്തത്. മഞ്ഞൾ, ഇഞ്ചി, അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചു. പിന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. അത് നല്ല ലാഭകരമായിട്ട് പോയിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാതരം ഫലവൃക്ഷങ്ങളും ഉണ്ട്. മാവ്, പ്ലാവ്, കവുങ്ങ്, തെങ്ങ്, എല്ലാ കാര്യങ്ങളും. 10 ഏക്കറിൽ നെൽകൃഷിയാണ്. നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഉമയും ASD പറഞ്ഞൊരു ഇഡ്ലി അരിയാണ്. അല്ല, എല്ലാവരും കൃഷി നഷ്ടമാണെന്ന് പറയുന്നതാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി നല്ല ലാഭകരമാണ്. കാരണം ഞാൻ ഒരു നെല്ല് പുറത്ത് കൊടുക്കുക, സപ്ലൈകോയ്ക്ക് ഇതേവരെ നെല്ല് കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ നെല്ല് കുത്തിയിട്ട് അരിയായിട്ടും അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഇടിയപ്പപ്പൊടി, പുട്ടുപൊടി, ഇഡ്ലിപ്പൊടി, അവിൽ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ കൊടുക്കും. ഓൺലൈനായിട്ടും കൊടുക്കും. അമ്മച്ചീസ് ഓർഗാനിക് ഫാം എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് എനിക്ക്, അതിൽ കൂടെ കൊടുക്കും. പിന്നെ ഇവിടെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങും. പിന്നെ ഇവിടെ ഒട്ടും ജലം ലഭ്യത അല്ലാത്തൊരു ഭൂമിയാണ്. ജലലഭ്യതയേക്കാളേറെ വളരെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പാറ എന്ന് പറഞ്ഞാൽ പറയണേ. ഞാൻ 2-3 കിണർ കുഴിച്ചു, കണ്ടിൽ വെള്ളം കിട്ടിയില്ല. 1 കിലോമീറ്റർ ചോട്ടുന്നാണ് 2 ബോറിൽ കൂടെ വെള്ളം അടിയിൽ കൂടി പൈപ്പ് ലൈൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ കൃഷി മുഴുവൻ കാത്തു സൂക്ഷിക്കുന്നത്. അതിനെങ്ങനെയാന്ന് വെച്ചാൽ എനിക്കൊരു വിശ്വാസം, നമ്മൾ പണ്ട് ചെയ്യുന്ന കൃഷി രീതി ആയതുകൊണ്ടുകൂടി ആവാം ഈ വൃക്ഷലതാദികളൊക്കെ ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ യൂറിയ അങ്ങനെയുള്ള ആധുനിക രാസവളങ്ങൾ ഇടുന്നതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല. ആ ഒരു വിശ്വാസം കൂടി എനിക്കുണ്ട്. വിശ്വാസമല്ല, എൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഞാൻ. കാരണം ഇത്രയും വരൾച്ചുള്ള ഒരു ഭൂമിയിൽ ഈ ചെടികളൊക്കെ നിൽക്കണമെങ്കിൽ പലരും വന്ന് ചോദിക്കണ്ടേ, നിങ്ങൾ വെള്ളമില്ല പറയണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഭൂമിയിൽ ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുന്നത്? അത് നിൽക്കുന്നതിൻ്റെ ഒരു വലിയൊരു ഘടകം ഈ ജൈവ കൃഷിയാണ്. പിന്നെ പൊതയിടുന്ന് പറഞ്ഞാൽ ഏത് കരിയിലും ഇതും എവിടെയും ഭൂമിയിൽ ഞാൻ കത്തിക്കില്ല. അത് എത്രത്തോളം ചെടികളുടെ ചോട്ടിലിടാൻ പറ്റുമോ അത്രത്തോളം ചെടികളുടെ ചോട്ടിലിടും. കിങ്ങിണി വാ. പിന്നെ എൻ്റെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ സുഭാഷ് പാലേക്കർജിയുടെ ഒരു കൃഷി രീതിയാണ് ഞാൻ ഇന്നും അവലംബിച്ചുകൊണ്ട് പോകുന്നത്. ജീവാമൃതം, പഞ്ചഗവ്യം, പിന്നെ കീടനാശിനിയൊക്കെ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കുക ചെയ്യണം. അത് ഒരു 16 ഇലകൾ അരച്ച് അത് ഉരലിൽ ഇടിച്ചിട്ട് മൺപാത്രത്തിൽ കുഴിച്ചിടും, ഭൂമിയിൽ കുഴിച്ചിടും. അതൊരു 40 ദിവസം കഴിഞ്ഞ് അത് എടുത്തിട്ട് അരിച്ചിട്ട് അത് നമ്മൾ കുപ്പിയിലാക്കി വയ്ക്കും കൃഷി തുടങ്ങുമ്പോൾ തന്നെ. അതാണ് എല്ലാറ്റിലും അപ്ലൈ ചെയ്യുക. വലിയൊരു കീടങ്ങളോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാറില്ല. ഇതുവരെ ഈ ഭൂമിയിൽ അങ്ങനെ കണ്ടിട്ടില്ല.
പിന്നെ ചക്ക ഉണ്ട്, ചക്ക ഇഷ്ടംപോലെ ഉണ്ട്. ചക്ക കുറച്ച് ഐഡൻസിറ്റി ആയിട്ട് ഒരു 40-50 പ്ലാവ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നാടൻ ചക്കകളും ഉണ്ട്. അപ്പോൾ ചക്ക ഞാനത് വരട്ടുകയും ചെയ്യും. അത് ചക്ക പപ്പടം ഉണ്ടാക്കും, ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കും. നമ്മളുടെ തെങ്ങിൽ നിന്നുള്ള തേങ്ങ ഒന്നും പുറത്ത് കൊടുക്കില്ല. ആ തേങ്ങ കൊണ്ട് തന്നെ നമ്മൾ സമ്മന്തിപ്പൊടി ഉണ്ടാക്കും. പിന്നെ അത് ആട്ടിയിട്ട് വെളിച്ചെണ്ണയായിട്ട് കൊടുക്കും. പിന്നെ നാളികേരം വെന്തെണ്ണ നമ്മൾ തന്നെ ഉരുളിയിൽ കാച്ചിയിട്ട് കൊടുക്കുക ചെയ്യുക. പിന്നെ ഈ പശുവിൻ്റെ നെയ്യ് നമ്മളുടെ ആവശ്യത്തിന് എടുത്തിട്ട് കൊടുക്കുന്നു. ആവശ്യം എന്ന് പറഞ്ഞാൽ പഞ്ചഗവ്യം ഉണ്ടാക്കാൻ എപ്പോഴും നെയ്യ് ആവശ്യം ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ടുള്ള നെയ്യ് നമ്മൾ കൊടുക്കും. 5 വെറൈറ്റി പശുവുണ്ട്. കപില, പെച്ചൂര്, കാങ്കയം, പിന്നെ ഗീറ്, സാധാരണ ഒരു നാടൻ പശു. അങ്ങനെ 5 വെറൈറ്റി പശുവുണ്ട് ഇവിടെ. മാങ്ങയും അതേമാതിരി കൊടുത്തതിൻ്റെ ബാക്കി ഉണ്ടാവും. അത് മാങ്ങാത്തര ഉണ്ടാക്കും, മാങ്ങ വരട്ടി വയ്ക്കും. മാങ്ങ പിന്നെ നമ്മൾ പുറത്ത് കൊടുക്കില്ല. പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലാഭം അവർ തരും. പക്ഷേ അതിലവർ വന്നിട്ട് മൂച്ചിയിൽ കാൽട്ടർന്നിട്ട് സാധനം അടിക്കും, ചോട്ടിലൊഴിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ തോട്ടം പുറത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ഓർഡറിനനുസരിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് എല്ലാവിടേക്കും, അതായത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയക്കും. ഇപ്പോഴും ദൈവികമായിട്ട് ചെയ്യുന്നൊരു കൃഷി രീതിയാണ് എൻ്റെ. ഞാറ് പാവുന്നതിന് മുമ്പും കൊയ്യുന്നതിന് മുമ്പും രാവിലെ ആദ്യം ഉത്തമത്തിൽ പൂജ കഴിക്കും. പിന്നെ നമ്മൾ മധ്യമത്തിൽ പൂജ കഴിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കൃഷി ഒരിക്കലും ഒരു നഷ്ടമല്ല, വളരെ ലാഭമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഭൂമിയെ നമ്മൾ എത്രത്തോളം ദൈവികമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു, അത്രത്തോളം ഭൂമി നമ്മൾക്ക് അതിനുള്ള സമ്മാനം തരുന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.